Question: which of the following set of function are uncountable? Set of all f such that f from n to set 1 to f from 1 to n, f from 1 to n, f of 1 less than or equal to f of 2, f from n to set 1 to such that f of 1 less than or equal to f of 2. 4 സെറ്റ് തന്നിട്ടുണ്ട്. ഇതിലേതൊക്കെയാണ് അൺകൗണ്ടബിൾ എന്നാണ് ക്വസ്റ്റ്യൻ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ്. കാർഡിനാലിറ്റി ഓഫ് എ ഈക്വൽ ടു എൻ ആണ്, ബി ഈക്വൽ ടു എം ആണ്. എക്കകത്ത് n എലമെന്റ്സ് ഉണ്ട്, ബിക്കകത്ത് m എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്തായിരിക്കും? നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ കാർഡിനാലിറ്റി ഓഫ് ബി റേസ് ടു കാർഡിനാലിറ്റി ഓഫ് എ ആണ്. കാർഡിനാലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എം റേസ് ടു എൻ. എക്കകത്ത് n എലമെന്റ്സ് ഉണ്ട്, ബിക്കകത്ത് m എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കാർഡിനാലിറ്റി ഓഫ് ബിക്കകത്ത് എത്ര എലമെന്റ് ഉണ്ട് അത് റേസ് ടു n ആണ്. കാർഡിനാലിറ്റി ഓഫ് ബി റേസ് ടു കാർഡിനാലിറ്റി ഓഫ് എ, m റേസ് ടു n എലമെന്റ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ. ഫസ്റ്റ് സെറ്റ് എടുത്ത് നോക്കാം. എഫ് ഫ്രം എൻ ടു സെറ്റ് 1 2. ഇത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. n എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? നാച്ചുറൽ നമ്പർ എന്താ? കൗണ്ടബിളി ഇൻഫിനിറ്റ് ആണ്. ഇതിന് അലഫ് നോട്ട് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. കാർഡിനാലിറ്റി ഓഫ് n എന്ന് പറഞ്ഞാൽ അലഫ് നോട്ട് ആണ്, കൗണ്ടബിളി ഇൻഫിനിറ്റ് ആണ്. അത് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം, നാച്ചുറൽ നമ്പേഴ്സ് കൗണ്ട് ചെയ്തെടുക്കാം, പക്ഷെ കൗണ്ടബിളി ഇൻഫിനിറ്റ് ആണ്. 100ാമത്തെ നമ്പർ ഉണ്ടെങ്കിൽ അടുത്തത് 101 ആണ്, നമുക്ക് കൗണ്ട് ചെയ്യാം, പക്ഷെ അങ്ങനെ കൗണ്ട് ചെയ്ത് ഇൻഫിനിറ്റ് ആയിട്ട് പോകും. അപ്പോൾ കൗണ്ടബിളി ഇൻഫിനിറ്റ് ആണ്. സെറ്റ് 1 2 ന്റെ അകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ്സ് ഉണ്ട്. അപ്പം n ടു 1 2, നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം n ടു 1 2, അതായത് b റേസ് ടു a ആണ്. 2 റേസ് ടു അലഫ് നോട്ട് എന്ന് വരും. 2 റേസ് ടു അലഫ് നോട്ട് അതെന്താണ്? കോണ്ടിനം ആണ്. ഒരു നാച്ചുറൽ നമ്പർ റേസ് ടു അലഫ് നോട്ട് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ ആണ്. നാച്ചുറൽ നമ്പർ റേസ് ടു അലഫ് നോട്ട് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ ആണ്. അതേസമയം അലഫ് നോട്ട് റേസ് ടു നാച്ചുറൽ നമ്പർ വന്നാലോ അത് കൗണ്ടബിൾ ആണ്. അലഫ് നോട്ട് എന്ന് പറയുന്നത് കൗണ്ടബിളി ഇൻഫിനിറ്റ് ആണ്, അതായത് കൗണ്ടബിൾ ആണ്. ഒരു കൗണ്ടബിൾ സെറ്റും വേറൊരു കൗണ്ടബിൾ സെറ്റും കൂടെ എടുക്കും. അലഫ് നോട്ട് റേസ് ടു 2 എന്ന് പറഞ്ഞാലോ കൗണ്ടബിൾ സെറ്റ് ഇൻറ്റു കൗണ്ടബിൾ സെറ്റ് ആണ്. അപ്പോൾ കൗണ്ടബിളും കൂടെ കൂടിയാൽ വീണ്ടും കൗണ്ടബിൾ സെറ്റ് വരും. പക്ഷെ ഒരു നാച്ചുറൽ നമ്പർ റേസ് ടു അലഫ് നോട്ട് വന്നു കഴിഞ്ഞാൽ അത് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ അൺകൗണ്ടബിൾ ആയിരുന്നു. അപ്പം പാർട്ട് എ പാർട്ട് ശരിയാണ്. പിന്നെ അടുത്തത് എഫ് ഫ്രം 1 to n ആയിരുന്നു. കാർഡിനാലിറ്റി ഓഫ് ബി റേസ് ടു കാർഡിനാലിറ്റി ഓഫ് എ. നാച്ചുറൽ നമ്പർ അലഫ് നോട്ട് ആണ്, അലഫ് നോട്ട് സ്ക്വയർ വരും അല്ലേ? ബി റേസ് ടു എ. കാർഡിനാലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ കാർഡിനാലിറ്റി ഓഫ് n അലഫ് നോട്ട്, കാർഡിനാലിറ്റി ഓഫ് എ 1 2. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. കൗണ്ടബിൾ സെറ്റും അത് കൗണ്ടബിൾ ആണ്. ക്വസ്റ്റ്യൻ അൺകൗണ്ടബിൾ ആയിരുന്നു. അപ്പോൾ പാർട്ട് ബി റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ 1 to n. അപ്പം പിന്നെ കണ്ടീഷനും ഉണ്ട്, എഫ് ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 2. പാർട്ട് ബി തന്നെ നോക്കിക്കേ, ഇത് കൗണ്ടബിൾ സെറ്റ് ആണ്, അതിൻ്റെ അകത്തൊരു കണ്ടീഷനും കൂടെ വെച്ചു. അപ്പോൾ എന്താണ്? അത് വീണ്ടും കൗണ്ടബിൾ ആയിരിക്കും. ഒരു കൗണ്ടബിൾ സെറ്റ് അതിൻ്റെ സബ്സെറ്റ്, എവറി സബ്സെറ്റ് ഓഫ് എ കൗണ്ടബിൾ സെറ്റ് ഈസ് കൗണ്ടബിൾ, നമുക്കറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ കൗണ്ടബിൾ സെറ്റിൻ്റെ അകത്ത് ഒരു കണ്ടീഷനും കൂടെ വെച്ചു. അപ്പോൾ അതിനേക്കാൾ എലമെന്റ്സ് കുറയുകയോ ചെയ്യുള്ളൂ. അതും എന്ത് ചെയ്യാം? കൗണ്ട് ചെയ്തെടുക്കാം. അപ്പം പാർട്ട് സിയും റിമൂവ് ചെയ്യാം. അടുത്തതോ എഫ് ഫ്രം n ടു സെറ്റ് 1 2 സച്ച് ദാറ്റ് എഫ് ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 2. നാച്ചുറൽ നമ്പേഴ്സ് 1 മുതൽ ഇൻഫിനിറ്റി വരെ പോകും. അതിൻ്റെ അകത്തുനിന്ന് സെറ്റ് 1 2 അല്ലേ? കണ്ടീഷൻ ഉണ്ട്, എഫ് ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 2. 1ൽ നിന്ന് എത്ര ചോയ്സ് ഉണ്ട്? 1ന് 1ലേക്ക് വേണമെങ്കിൽ മാപ്പ് ചെയ്യാം, 2ലേക്ക് വേണമെങ്കിൽ മാപ്പ് ചെയ്യാം. 1ന് 2 ചോയ്സ് ഉണ്ട്, 2നും ഉണ്ട് അല്ലേ? എഫ് ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 2. എഫ് ഓഫ് 1 1ലേക്കാണ് മാപ്പ് ചെയ്തെങ്കിൽ എഫ് ഓഫ് 2
എന്തിലേക്ക് മാപ്പ് ചെയ്യാം? എഫ് ഓഫ് 1 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ 2. എഫ് ഓഫ് 2 1ലേക്കോ 2ലേക്കോ മാപ്പ് ചെയ്യാം. എഫ് ഓഫ് 1 2 ആയിരുന്നെങ്കിലോ? എഫ് ഓഫ് 1 2 ആയിരുന്നെങ്കിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പറ്റില്ല. 2നെ 2ലേക്ക് തന്നെ മാപ്പ് ചെയ്യണം. അപ്പോൾ 1ന് എന്തായാലും 2 ചോയ്സ് ഉണ്ട്, 2നും 2 ചോയ്സ് ഉണ്ട്, നമുക്ക് എടുക്കാം. 3ക്കും 2 ചോയ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ നമ്പേഴ്സിനും 2 ചോയ്സ് ഉണ്ട് അല്ലേ? 1 2 3 4 5 എക്സെട്ര. 1നും 2 ചോയ്സ് ഉണ്ട്, 2നും 2 ചോയ്സ് ഉണ്ട്, അങ്ങനെ പോകും. അതെന്താ? 2 raised to അലഫ് നോട്ട് തന്നെയല്ലേ? 2 raised to 2 ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകും, കൗണ്ടബിളി ഇൻഫിനിറ്റ് ആയിട്ട് പോകും. അതായത് 2 raised to അലഫ് നോട്ട്. 2 raised to അലഫ് നോട്ട് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ ആണ്. ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ റേസ് ടു അലഫ് നോട്ട് വന്നു കഴിഞ്ഞാൽ കോണ്ടിനം ആണ്, അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ട്രൂ? എയും ഡിയും. ഓപ്ഷൻ എ ആൻഡ് ഡി.